ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ ഒരു വിൻ്റർത്തെ ഈവനിങ് റൈഡാണ്. ഞങ്ങൾ ബൈക്കിലാണ് പോകുന്നത്. നമുക്ക് അംബാലയിലത്തെ തണുപ്പിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് അംബാലയിലെ നോർമൽ തണുപ്പ് കാല കാഴ്ചകളാണ്. ഈ കടലയും നിലക്കടലയും പിന്നെ എള്ള് കൊണ്ടുണ്ടാക്കിയ പലഹാരങ്ങളും കടല കൊണ്ടുള്ള പലഹാരങ്ങളൊക്കെ തണുപ്പ് കാലത്ത് കൂടുതലായിട്ട് വിൽക്കും. അത് ശരീരത്തിന് ചൂട് നൽകുന്നുള്ളതുകൊണ്ട്. അപ്പം ഞങ്ങൾ ഹനി പറഞ്ഞ മാതിരി തോപ്ഖാനയിലേക്കാണ് പോകുന്നത്. അത് അവിടെ ഒരു ഫുഡ് സെൻറ്ററാണ്. ഇപ്പോൾ ചാട്സൊക്കെ നല്ലോണം കിട്ടും. അപ്പോൾ മൂന്നത്ത് ഒരു ഒഫീഷ്യൽ പേർപ്പസിന് വേണ്ടിയിട്ട് 2 ആഴ്ച ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയിരിക്കും. അപ്പം ഞങ്ങൾ മൂന്നത്ത് ഇതേപോലെ പോകുന്നതിന് മുമ്പും പോയി വന്നിട്ടുമൊക്കെ ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോകുന്നതാണ്. 2 ആഴ്ചത്തെ ഗ്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങളിതേ തണുപ്പത്ത് ബൈക്കിൽ തോപ്ഖാന ലക്ഷ്യമാക്കിയിട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നല്ല തണുപ്പുണ്ട്, ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും തണുപ്പത്ത് ബൈക്കിൽ റൈഡ് ഒരു രസമാണ്. അത് കാരണം ഞങ്ങൾ ബൈക്കിൽ ആണ് ഇന്ന് തോപ്ഖാനയിൽ പോകുന്നത്. ഞങ്ങളങ്ങനെ തോപ്ഖാന എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഇതാണ് അതിൻ്റെ എൻട്രൻസ്. ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും. അതിൻ്റെ അകത്ത് നിറയെ ഇങ്ങനെ ഔട്ട്ലെറ്റ്സ് ഉണ്ട് ഫുഡിൻ്റെ. അപ്പോൾ നമുക്കിനി അവിടുത്തെ കാഴ്ചകൾ കാണാം. അങ്ങനെ ഞങ്ങളത് തോപ്ഖാന മാർക്കറ്റിൻ്റെ അകത്ത് കയറി. അപ്പോൾ അവിടെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ വിൽക്കുന്ന കടകളുണ്ട്. അത് കഴിയുമ്പോൾ അടുത്ത സ്ട്രീറ്റിൽ ഫുഡ് ഐറ്റംസിൻ്റെ കടകളുമുണ്ട്. ഞങ്ങൾ ആദ്യം തന്നെ ഒരു സൂപ്പ് കടയിലേക്കാട്ടോ പോയത്. എനിക്കും ഹനിക്കും അത്യാവശ്യത്തിൽ കൂടുതൽ ചുമയും ജലദോഷമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ഓർക്ക് വന്നിട്ടാണ് ഈ തണുപ്പത്ത് വരണമെന്ന്. എന്നാലും ഇതൊരു രസമല്ലേ. അങ്ങനെ ഇവിടെ ഒരു ഡെലീഷ്യസ് ചിക്കൻ ആൻഡ് സൂപ്പ് കോർണർ പറഞ്ഞിട്ടൊരു കടയുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ ചെന്ന് സൂപ്പ് ഓർഡർ ചെയ്തു. ഇവിടെ ഇരിക്കാനൊക്കെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ സൂപ്പ് ഓർഡർ ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഇവിടെ എങ്ങനെയുണ്ട് ഹനിയെ? നല്ല സൂപ്പായിരുന്നു. 40 രൂപ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു ഫുൾ ബൗൾ സൂപ്പിന്. ഇനിയിപ്പോൾ ഞങ്ങൾ മോമോസ് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇവിടെ നിറയെ ചൈനീസ് ഐറ്റംസ് കിട്ടുന്ന കടകളുണ്ട്. കൂടുതലും നേപ്പാളികൾ നടത്തുന്ന കടയാണ്. അത് ജ്യൂസ് കടയുണ്ട്, മോമോസ് കടയുണ്ട്, ചൗമിൻ ഉണ്ട്, വെജും നോൺ വെജും, അതായത് ചിക്കനും ഒക്കെ അവൈലബിൾ ആണ്. ഫിഷ് അവൈലബിൾ ആണ്. ഫിഷിൻ്റെ പക്കോട, ഫിഷ് ഫ്രൈ, ചിക്കൻ ഫ്രൈ അങ്ങനെ. അപ്പോൾ ഞങ്ങൾ നോർമലി കഴിക്കുന്നൊരു ചിക്കൻ മോമോസ് കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ ഞങ്ങൾ ആ കടയിലോട്ട് പോവാണേ. എവിടെ? ഇവിടെ നിന്നല്ല ഒന്ന് വാങ്ങിച്ചത്. ഇവിടെ ഉണ്ടോ ചോദിക്കറ? ഇരുന്നോളൂ, കുഞ്ഞവിടെ ഇരുന്നോ. അങ്ങനത്തെ ഞങ്ങളുടെ ചിക്കൻ മോമോസ് വന്നു. ഹനി മോമോസ് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഹനിക്ക് അത്ര കൂടുതൽ ഇഷ്ടമുള്ള സാധനമല്ല. അതുകൊണ്ട് തന്നെ ഹനി ചൗമിൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഹനി മോമോസ് കഴിക്കാൻ റെഡി ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷേ എനിക്കിതൊന്നും ഇഷ്ടമില്ല. ഹനിക്ക് അതിൻ്റെ ചട്നിയും മയണൈസും മാത്രമേ വേണ്ടുള്ളൂ. മോമോസ് മുഴുവൻ കഴിച്ചത് ഞാനും മുഖത്തും ചേർന്നിട്ടാണ് കേട്ടോ. എന്തായാലും ഹനി ചട്നി നല്ല ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്. പോർന്ന് ഇച്ചിരി എരിവ് കൂടുതലായിരുന്നു. ആ റെഡ് ചട്നി എടുക്കണ്ട കേട്ടോ, നല്ല എരിവാ. അത് മയണൈസ് വേണമെങ്കിൽ എടുത്താൽ മതി. മറ്റേ 2 ചട്നി എടുക്കും. കൊള്ളാമോ? പനിപാളി. നമ്മൾ ബൈക്കിലാണ് വന്നത്. എന്തായാലും മഴ കൂടും. നമ്മൾ ബൈക്കിൽ
ഹനിക്ക് ചൗമീൻ വേണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളിത് ചിക്കൻ ചൗമീൻ വാങ്ങിക്കാൻ വേണ്ടി മൂന്ന് വേറെ കടയിലേക്ക് പോയതാണ്. അപ്പോൾ ഞങ്ങൾ മോമോസ് കഴിച്ച കടയിൽ മോമോസ് മാത്രമേ ഉള്ളൂ, ചൗമീൻ ഇല്ല. അങ്ങനെ ഞങ്ങൾ ഈ കടയിൽ ചിക്കൻ ചൗമീൻ ഓർഡർ ചെയ്തു. നിങ്ങൾക്ക് ഇപ്പോൾ റേറ്റ് ലിസ്റ്റ് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. എല്ലാത്തിനും പൈസ നല്ല കുറവാണേ. അങ്ങനെ ഞങ്ങളുടെ ഓർഡർ ചെയ്ത ചൗമീൻ വന്നു. ഹാഫ് ചിക്കൻ ചൗമീനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 70 രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് തന്നെ ക്വാണ്ടിറ്റി വളരെ കൂടുതലായിരുന്നു. അപ്പോൾ നേരത്തെ കഴിച്ച മോമോസിനാണെങ്കിൽ 80 രൂപയാണ് ഒരു പ്ലേറ്റിന്. ഹാഫാണ് ഹനി, ഇത് 70 രൂപയുടെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മൂന്നൂർ കടയിൽ സ്റ്റഫ്ഡ് പാനിപൂരി എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം കണ്ടത്. അതിപ്പോൾ ഇത്രയും വർഷമായിട്ട് ഞങ്ങൾ നോർത്ത് ഇന്ത്യയിൽ ജീവിച്ചിട്ട് ഇതുവരെയും കാണാത്ത അല്ലെങ്കിൽ ടേസ്റ്റ് ചെയ്യാത്ത ഒരു സാധനമാണ് ഈ സ്റ്റഫ്ഡ് പാനിപൂരി എന്നുള്ളത്. അപ്പോൾ അതെങ്ങനെയുണ്ടെന്ന് നോക്കാം വിചാരിച്ചു. താങ്ക് യു. മഴ അവിടെ ഇരിക്കാം. അങ്ങനെ ഞങ്ങൾ നേരത്തെ മോമോസ് കഴിച്ച ആ കടയിലത്തെ ടേബിളിൽ നിന്നാണ് പാനിപ്പൂരിയും കഴിക്കണത്. മഴയായ കാരണം ഇവിടെ അങ്ങനെ ആൾക്കാർ തമ്മിൽ നല്ല സ്നേഹത്തിലാണ്. ഒരു കടയിലത്തെ സാധനം വാങ്ങിച്ചിട്ട് തന്നെ ഒരു കടേൻ്റെ ടേബിൾ യൂസ് ചെയ്യുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ല. ആൾക്കാരൊക്കെ നല്ല സ്നേഹത്തിലാണ് ജീവിക്കുന്നത്. നല്ലതായിരുന്നു. എന്തായാലും ഞങ്ങൾ ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അത്രയും 7 പാനിപ്പൂരി ഉണ്ടായിരുന്നു. അതിനകത്ത് ദഹിയും അനാറും പൊട്ടറ്റോയും ഒക്കെ സ്റ്റഫ് ചെയ്തിട്ട്, അതുകൊണ്ടാണ് തോന്നുന്നു സ്റ്റഫ്ഡ് പാനിപ്പൂരി എന്ന് പറയണത്. അത്രയും 7 എണ്ണത്തിന് 40 രൂപയേ ഉള്ളൂ. പക്ഷെ നല്ല ഹെവി ആയിരുന്നു. നിങ്ങൾക്ക് ഒരു ദിവസം ഡിന്നറിനത് ധാരാളമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയും ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു, ടേസ്റ്റും ഉണ്ടായിരുന്നു. എനിക്ക് വളരെ ഇഷ്ടമുള്ള സാധനമാണ് പാനിപ്പൂരി. അപ്പോൾ ഞങ്ങളങ്ങനെ പാനിപ്പൂരി കഴിച്ച് ഇന്നത്തെ ചാട്ട് ഒക്കെ കഴിക്കുന്നത് നിർത്തിയിട്ട് തിരിച്ച് പോവുകയാണ്. ഇപ്പോൾ എനിക്കിടയിലൊന്ന് ജ്യൂസ് വേണമെന്നുണ്ടായിരുന്നു, പിന്നെ തണുപ്പായ കാരണം വാങ്ങിച്ചു കൊടുത്തില്ല. മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്, കണ്ടില്ലേ. ശക്തിയായിട്ടും ഉള്ള മഴ അല്ലെങ്കിലും ചാറ്റൽ മഴ ആയിരുന്നു. ഇപ്പം വിൻ്ററിലങ്ങനെ ചിലപ്പോഴൊക്കെ കുറച്ച് മഴ പെയ്യാറുണ്ട്. പക്ഷെ ഞങ്ങൾ ഇന്ന് ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ബൈക്കിൽ വന്നത്. എങ്ങനെയുണ്ടായിരുന്നു? അപ്പോൾ ഞങ്ങളങ്ങനെ ഹനി കഴിച്ച് ബാക്കി വന്ന ചൗമീൻ മുഴുവൻ കഴിക്കാൻ പറ്റില്ല, എനിക്ക് ക്വാണ്ടിറ്റി കൂടുതലായിരുന്നല്ലോ. അത് ബാക്കി പാർസലും ചെയ്ത് ഒരു ചിക്കൻ ഫ്രൈ പാർസലും വാങ്ങിച്ച് മഴയത്ത് തന്നെ തിരിച്ച് പോവുകയാണേ. ഇപ്പോൾ മഴ മാറാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ കൂടിക്കഴിഞ്ഞ പണിയാവില്ലേ. അത് കാരണം ചാറ്റൽ മഴയത്ത് തന്നെ ഞങ്ങളിത് തിരിച്ച് പോവുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞു വീഡിയോ. ഞങ്ങളുടെ ഒരു കുഞ്ഞു വിൻ്റർ റൈഡും പിന്നെ കുറച്ച് ചാട്ടിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിരുന്നു. പുതിയ വീഡിയോ ആയിട്ട് പുതിയ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച്.